ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വണ്ണം കുറയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സ്മൂത്തി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വെയിറ്റ് കൂടുന്നതിനും നിറം വെക്കുന്നതിനും ആരോഗ്യത്തിനുമുള്ള സ്മൂത്തിയാണ് തയ്യാറാക്കിയിരുന്നത്. ഇന്ന് നന്നായിട്ട് വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ? എങ്കിൽ പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടേക്കുക. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഓട്സ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് കുതിർത്തെടുക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. സാധാ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ചൂടുവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ഞാൻ കുതിർത്ത 4 കാഷ്യൂ നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. ഇനി അത് കഴിഞ്ഞപ്പോൾ ഒരു 2 ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു 4 ബദാമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളൊന്ന് കുതിർത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ടും ചേർത്ത് കൊടുക്കേണ്ടത് ചിയാ സീഡാണ്. ഈ ചിയാ സീഡ് ഉണ്ടല്ലോ, നമുക്ക് വിശപ്പ് പെട്ടെന്ന് ഉണ്ടാകത്തില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഫ്ലാക്സ് സീഡും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കഴിക്കുക. അത് നന്നായിട്ട് പ്രയോജനം ചെയ്യുന്നതാണ്. ഇനി ഒരു ചെറുപഴമാണ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പഴത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഓട്സ് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചത് കേട്ടോ. ഒരുപാട് കുറുകി പോയപ്പോൾ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് രാവിലെ കഴിച്ചാൽ മതി, ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇത് കഴിച്ചാൽ മതി. പെട്ടെന്നൊന്നും വിശക്കത്തുമില്ല, വയറും നിറയും, നല്ല ഹെൽത്തിയുമാണ്. പ്രോട്ടീനൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് ഈ ഒരു സ്മൂത്തിക്കകത്ത്. ഇനിയിപ്പോൾ വെയിറ്റ് കുറഞ്ഞില്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. സ്ഥിരമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു സ്മൂത്തി കഴിക്കുക. ഒരു മാസം നിങ്ങൾ കഴിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം ഇത് കഴിക്കുന്നതിനൊപ്പം വാരി വലിച്ച് ഭക്ഷണം കൂടി കഴിച്ചാലേ വെയിറ്റ് കുറയ്ക്കാനായിട്ട് കഴിയില്ല കേട്ടോ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ അളവും കൂടി കുറച്ചൊന്ന് കുറയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് വെയിറ്റൊക്കെ കുറയാനായിട്ട് സഹായിക്കും. പിന്നെ ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു സ്മൂത്തിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി വേണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്